എല്ലാവർക്കും ഇറ്റ്സ് മീ അബ്സുവിലേക്ക് സ്വാഗതം. ഞാൻ ഇറ്റ്സ് മീ അബ്സു. ഇന്ന് നമ്മൾ പറയാൻ പോണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ ഫാൻസിന്റെ ഹൃദയം തകർക്കുന്ന ഒരു ന്യൂസ് എന്ന് വേണേൽ പറയാം. കാരണം അത്രത്തോളം അവർക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. IPL ഫൈനലിൽ നിന്ന് അവർ പുറത്തു പോയാലും അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ കയറിയില്ലെങ്കിലും അവർക്ക് ഇത്രയും സങ്കടം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം നമ്മൾ ഇന്ന് പറയാൻ പോണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MS ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞ് രുദ്രാജ് ഗെയ്ക്വാദിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്നു. ഇത് ഒരിക്കലും ഒരു CSK ഫാൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇത് തന്നെയാണ്. കാരണം ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാതെയാണ് CSK ആരാധകർ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം IPL തുടങ്ങാൻ ഇനി ഒരു ദിവസം, നിസ്സാര മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് കൂടി പുറത്തു വരുന്നു. കാരണം ഈ സീസൺ മൊത്തം CSKയുടെ ക്യാപ്റ്റൻ ധോണി തന്നെ ആയിരിക്കും എന്ന് തന്നെയായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത്. കാരണം IPL ഏത് പരിപാടി ഇതെടുത്ത് നോക്കിയാലും ധോണിയായിരുന്നു CSK റെപ്രസെന്റ് ചെയ്ത് പോയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ട്രോഫി ആയിട്ട് നിൽക്കണ എല്ലാവരും ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കാൻ നേരത്ത് രുദ്രാജ് ഗെയ്ക്വാദ് ആയിരുന്നു ട്രോഫി ഇതിനു വേണ്ടി CSK റെപ്രസെന്റ് ചെയ്ത് പോയത്. എന്തായാലും CSK ആരാധകരെ നിരാശയിലാക്കുന്ന ഒരു വാർത്ത തന്നെയെന്ന് പറയാം. അയ്യോ, ഞാൻ സങ്കടം കൊണ്ട് വരുന്നൊന്നുമല്ലല്ലോ. ഗെയ്ക്വാദിനെയാണ് ഈ തവണ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. IPL ചരിത്രത്തിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. ധോണിയെ മികച്ച ക്യാപ്റ്റൻ, ധോണിയെ വെല്ലാൻ ആരോ ഉള്ളത് എന്നുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായി. അത് കാണാത്തതുണ്ടെങ്കിൽ പോയി കാണാം. എന്തായാലും IPL ധോണിയുടെ കീഴിൽ 5 കപ്പ് നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റൻ 2010 ആദ്യമായി CSKക്ക് വേണ്ടി ധോണിയുടെ കീഴിൽ ഒരു കപ്പ് നേടുന്നു. അതിനുശേഷം 2023 കഴിഞ്ഞ സീസണിലൊക്കെ കപ്പടിക്കുന്നു. അങ്ങനെ ഒരുപാട് കുറെ സുന്ദര മുഹൂർത്തങ്ങൾ CSK എന്ന ടീമിനെ വളർത്തിയ എന്ന് വേണേൽ പറയാം. വളർത്തിയ ധോണി എന്ന് വേണേൽ പറയാം. 5 കപ്പുകളും അതുപോലെ ഒരുപാട് ഫൈനലും കാര്യങ്ങളും ധോണിയുടെ ക്യാപ്റ്റൻസിയും കാര്യങ്ങളും കാണാൻ വേണ്ടി കളി കാണുന്ന CSKയുടെ ഒരുപാട് ആരാധകർ ഇത്തവണത്തെ സീസൺ എന്തായാലും ധോണിയുടെ അവസാനത്തെ സീസൺ ആവും എന്ന് തന്നെ വിചാരിക്കാം. കാരണം അദ്ദേഹം ക്യാപ്റ്റൻസിയും കാര്യങ്ങളൊക്കെ പോയിരുന്നു. കഴിഞ്ഞ സീസണിലാണോ അതിന് മുമ്പത്തെ സീസണിലാണോ ജഡേജയ്ക്ക് എന്തോ ക്യാപ്റ്റൻസി കാര്യങ്ങളും കൊടുത്തായിരുന്നു. അവസാനം ധോണി ഏറ്റെടുത്ത് പിന്നെ റിട്ടേൺ വരുന്ന ഒരു ഇത് കാണാൻ പറ്റും. ഈ സീസണിൽ ഗെയ്ക്വാദ് നല്ല രീതിക്ക് നല്ല ക്യാപ്റ്റൻസി കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കട്ടെ എന്ന് വിശ്വസിക്കാം. എന്തായാലും ഇന്നത്തെ വാർത്ത ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.